ഹലോ എവരി വൺ, നമ്മളിന്ന് പാവയ്ക്ക മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കേട്ടോ. പാവയ്ക്ക ഒരു നല്ല ഹെൽത്തി വെജിറ്റബിൾ ആണ്, നിറയെ ആൻറ്റി ഓക്സിഡൻസ് ആണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഡയബറ്റീസ് കുറയ്ക്കും, കൊളസ്ട്രോൾ കുറയ്ക്കും, വെയിറ്റ് ലോസിനും ഒക്കെ ഒത്തിരി നല്ലൊരു വെജിറ്റബിൾ ആണ്. നമ്മൾ കുറച്ച് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ പാവയ്ക്ക ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകുന്ന രീതിയിൽ ഒരു പാവയ്ക്ക മെഴുക്കുവരട്ടിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഹോപ്പ് യു ഓൾ ഫൈൻ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. നമ്മൾ 3 പാവയ്ക്കാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് വട്ടത്തിലാണ് കണ്ടിച്ചെടുക്കേണ്ടത്. മൂത്ത കുരുവൊക്കെ ഉണ്ടെങ്കിൽ സ്പൂൺ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ ഒന്ന് കുത്തിക്കളയുക. എന്നിട്ട് ഇത് നമുക്ക് വട്ടത്തിൽ കണ്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ ഇച്ചിരി വിനാഗിരിയാണ് ചേർക്കുന്നത് കേട്ടോ. ചിലർ വാളംപുളിയുടെ ചാറും ഒഴിക്കാറുണ്ട്. വിനാഗിരിയോ അങ്ങനെ പുളിയുള്ള എന്തെങ്കിലും ഒഴിക്കുകയാണെങ്കിൽ കയ്പ്പ് കുറച്ച് കുറഞ്ഞു കിട്ടും. പിന്നെ വേണ്ട ഇൻഗ്രീഡിയൻസ് സവാള, പച്ചമുളക്, കുറച്ച് തേങ്ങാക്കൊത്ത്, പിന്നെ കറിവേപ്പിലയും വറ്റൽമുളകും. നമ്മളത് കുറച്ച് ഇൻഗ്രീഡിയൻസൊക്കെ വറുത്ത് കോരുകയാണ് ചെയ്യുന്നത്. അതിന് കുറേയേറെ എണ്ണ ഒരു കടായിലെടുത്ത് ചൂടാകുമ്പം അതിലേക്ക് നമുക്ക് ആദ്യം തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ലൈറ്റ് ബ്രൗൺ നിറമാകുമ്പോൾ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് സവാള ഒന്ന് വറുത്ത് കോരാം. അതും ലൈറ്റ് ബ്രൗൺ നിറമാകുമ്പോൾ എടുത്തു മാറ്റാം. പിന്നെ നമ്മൾ ഉപ്പും മഞ്ഞളും വിനാഗിരിയും ചേർത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ഒന്ന് വറുത്ത് കോരാം. പാവയ്ക്കയും നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ഇത്രയും എണ്ണ വേണ്ട, അതുകൊണ്ട് എണ്ണ കുറച്ച് മാറ്റി വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ മാത്രം ആക്കാം. അതിലേക്ക് നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതായത് നമ്മുടെ കറിവേപ്പില, പച്ചമുളക്, ചുവന്ന മുളക്. ഇതൊന്ന് ചെറുതായിട്ട് വഴന്നു വരുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 1-2 കാര്യങ്ങളും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ എരിവിന് ആവശ്യമായ കുറച്ച് ചുവന്ന മുളക് പൊടി, പിന്നെ ഇത് കണ്ടോ കുറച്ച് കാഷ്യൂ നട്ട്സ് ആണ്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഒരു പീസ് പാവയ്ക്കയും ഒരു കാഷ്യൂ നട്ടും ഒരു തേങ്ങാക്കൊത്തും ഒക്കെ കൂടെ ഒരുമിച്ചൊന്ന് ചവച്ച് നോക്കണം. എന്തൊരു ടേസ്റ്റാണെന്നറിയാമോ? ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക മെഴുക്കുവരട്ടി അങ്ങനെ റെഡി ആയിരിക്കുകയാണ്. ഇന്ന് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെയുള്ള ഈസി ഒതൻറ്റിക് കേരള റെസിപ്പീസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻസും കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. ഉടൻ തന്നെ ഒരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. വിത്ത് ലവ്, മെറിൻ ടീച്ചർ.